വഖഫ് ഭേദഗതി നിയമം കേന്ദ്ര ഗവൺമെന്റ് ചുട്ടെടുത്തപ്പോ കേരളത്തിൽ ഒരു വിഭാഗം എന്താണ് കഥയെന്നറിയാതെ അമിതമായി ആഹ്ലാദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മളാരും മുനമ്പത്ത് കുടിയിറക്കൽ ഭീഷണി അനുഭവിക്കുന്ന 600 കുടുംബത്തിന്റെ വേദനകളോട് പുറംതിരിയുന്നവരല്ല. സൂഫി ഇസ്ലാമിന്റെ ഉലമാക്കളുടെ ഒരു രീതി എന്ന് പറയുന്നത് പാവങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്, വേദനിക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. 600 കുടുംബത്തിന്റെ ഹൃദയ വേദനകളുടെ കൂടെ നിന്നുകൊണ്ട് ആ വിഷയത്തിന്റെ നീതിയെ പറ്റി നാം ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ക്രൈസ്തവ സുഹൃത്തുക്കൾ, സഹോദരിമാർ, സഹോദരന്മാർ. അവരാരോ പറഞ്ഞു പറ്റിച്ചു. അവർ ഇന്ന് താമസിക്കുന്ന വീടിന്റെയും പറമ്പിന്റെയും ആധാരം ലാമിനേറ്റഡ് കവറിൽ കൊണ്ടുകൊടുക്കും ഈ ബില്ല് പാസ്സായാൽ. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് വന്നപ്പോ കണ്ടവനുമില്ല കേട്ടവനുമില്ല എന്ന അവസ്ഥ വന്നു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്ത ബോധമുള്ള പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവിനോട് വിനയാന്യതനായിട്ട് പറയട്ടെ, അങ്ങത് പറയാൻ പാടില്ലായിരുന്നു. മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് അങ്ങ് പറയാൻ പാടില്ലായിരുന്നു. മുനമ്പം വഖഫ് ഭൂമിയാണ് എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമേ ഇല്ല. മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പറയുന്നത് ആരാ? മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പറയുന്നത് കേരളത്തിലെ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമിയെ സംബന്ധിച്ച് പഠിക്കാൻ കേരളം ഭരിച്ച സർക്കാർ ചുമതലപ്പെടുത്തിയ കമ്മീഷനാണ്, നിസാർ കമ്മീഷനാണ്. ആ നിസാർ കമ്മീഷൻ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു. അതിനെതിരെ കൊടുക്കപ്പെട്ട കേസുകളിൽ ഹൈക്കോടതി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ആവേശപ്പുറത്ത് സംസാരിക്കുകയല്ല. ഇതാണ് മുനമ്പം 400.76 400 ഏക്കറും 76 സെന്റും മുനമ്പം ഭൂമി ഫാറൂഖ് കോളേജ് അധികൃതർക്ക് വഖഫ് കൊടുത്തു എന്ന് പറയുന്ന 1950 നവംബർ 1 വഖഫായി രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട ആധാരമാണ്, അതിന്റെ കോപ്പിയാണ് എന്റെ കയ്യിൽ കിടക്കുന്നത്. ഞാനത് വായിച്ചിട്ട് നേരം കളയുകയല്ല. അതിൽ കൃത്യമായ പരാമർശമുണ്ട്. 1950 നവംബർ 1 ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നത്. അതിൽ ആ ആധാരം വായിച്ചിട്ട് നേരം പോകണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് അതേ സംബന്ധിച്ച് സർക്കാരിന് ലഭിച്ച റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ എന്താണ് പറയുന്നത് അറിയോ? ആ ആധാരം ഫാറൂഖ് കോളേജിന് വഖഫായി കൊടുത്ത അത് വഖഫ് ഡീഡാണ്, ഗിഫ്റ്റ് ഡീഡല്ല. പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സിദ്ദീഖ് സേഠ് അദ്ദേഹമാണല്ലോ കൊടുത്തത്. അദ്ദേഹം എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി, പള്ളിപ്പുറം വില്ലേജുകളിൽ ആയി 18 സർവേ നമ്പറുകളിൽ കിടക്കുന്ന 404.76 ഏക്കർ ഭൂമി 1950 നവംബർ 1 ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2155/1950 നമ്പർ വഖഫ് ആധാര പ്രകാരം ഫാറൂഖ് കോളേജ് പ്രസിഡന്റ് ഖാൻ ബഹാദൂർ PK ഉണ്ണിക്കമ്മു സാഹിബിന് നൽകി. ഇത് വഖഫ് ബോർഡിന്റെ രേഖയാണ്, വഖഫ് ബോർഡിന്റെ രേഖയാണ്. പിന്നെ ആർക്കാണ് ഇതിൽ തർക്കമുള്ളത്? ഈ സിദ്ദീഖ് സേഠ് ഉപയോഗിച്ച വാക്കുകൾ നോക്ക്. പരമകാരുണികനും ദയാനിധിയുമായ ഏക ഇലാഹിന്റെ നാമത്തിൽ, ജനാധിപത്യമായ ഒരു സിസ്റ്റത്തിൽ റവന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ ആ പദം വരുവോ? നമ്മുടെ വീടുകളിലെ ഏതെങ്കിലും ആധാരത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആധാരം ചെയ്യാറുണ്ടോ? അത് തന്നെ ഒരു സാഹചര്യ തെളിവല്ലേ? ശേഷം പറയുകയാണ് വഖഫ് ആധാരം, ആ വാക്ക് തന്നെ മെൻഷൻ ചെയ്തു. ഇസ്ലാമിക ആദർശപ്രകാരം യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ കേരളത്തിന്റെ ഐക്യബോധത്തെ, സാഹോദര്യത്തെ ശിഥിലീകരണ രാഷ്ട്രീയത്തിന്റെ മുനമ്പത്തെ കൊണ്ടുപോയതിന്റെ പിറകിലുള്ള പാപഭാരം, ഉത്തരവാദിത്ത ബോധം, ഭാരം പേറേണ്ട ഒരു വിഭാഗം കൂടി ഇവിടെയുണ്ട്. നിസ്സംശയം പറയട്ടെ, കൃത്യവിലോപം ചെയ്ത് ഉത്തരവാദിത്ത ബോധമില്ലാതെ വഖഫ് ഭൂമിയെ വിറ്റ ഫാറൂഖ് കോളേജിന്റെ അക്കാലഘട്ടത്തിലെ അതിന്റെ ഭരണസമിതി, ആ ആളുകൾ, അവരെ ന്യായീകരിക്കുന്ന ആളുകൾ കൂടി കേൾക്കണം. അതിൽ പറഞ്ഞ വാക്കെന്താണ്? വഖഫ് ആധാരം എന്നാണ് പറഞ്ഞത്. കൂടാതെ സിദ്ദീഖ് സേഠ് പറഞ്ഞു, ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ, അടുത്ത വാക്കാണ് പ്രധാനം, എന്റെ ആത്മശാന്തിക്കായി ഞാൻ ഖബറിൽ കിടക്കുമ്പോ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടാനായി എന്ന് നമ്മുടെ ഭാഷ, അതിനു വേണ്ടിയാണ് ഞാൻ വഖഫ് ചെയ്യുന്നത് എന്ന് സിദ്ദീഖ് സേഠ് പച്ച മലയാളത്തിൽ പറയുകയും അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിനെതിരെ പോയ എല്ലാ ഹർജികളും രേഖ നോക്കി പറയൂ എന്ന് കോടതി തിരുത്തി അവരെ തിരിച്ചയക്കുകയും ചെയ്തത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെയാണ് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാവി പ്രതീക്ഷയായ പ്രിയങ്കരനായ VD സതീശൻ അദ്ദേഹത്തിന്റെ പദവിയോട് ചേരാത്ത ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം അത് തിരുത്തിയേ പറ്റൂ.
പിന്നെ നമ്മളവിടെ അന്ധമായി മുനമ്പത്തുകാരെ കേവലം കുടിയൊഴിപ്പിക്കണമെന്നല്ല പറയുന്നത്. വഖഫ് ഭൂമിയുടെ ഉടമസ്ഥത അള്ളാഹുവിനാണ്. ആ വഖഫ് ഭൂമി അത് മൗഖൂഫായിട്ട് തന്നെ നിലനിർത്തുകയും എന്നിട്ട് നമ്മുടെ ഈ മഹാസമ്മേളനത്തിന്റെ പൊതുവികാരമാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഉലമാഇന്റെ പൊതുവികാരമാണ് ഞാൻ പറയുന്നത്, മസ്അലയോട് യോജിക്കുന്ന പൊതുവികാരമാണ് ഞാൻ പറയുന്നത്. ഔട്ട് ഓഫ് കോർട്ടിൽ ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കണം. കോടതിക്ക് പുറത്താണ് ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കേണ്ടത്. ആ സെറ്റിൽമെന്റിൽ ഇത് വഖഫായി വഖഫിന്റെ ആളുകൾക്ക് അതിന്റെ മുതവല്ലിമാർക്ക് തിരിച്ചു കൊടുക്കുകയും അതിനുശേഷം അതിന് തത്തുല്യമായ തേർഡ് പാർട്ടി വില കെട്ടിയിട്ട് അവിടെ വീട് ആ പറമ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടി വരുന്നവർക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കുകയും ചെയ്യണം. ഇതല്ലേ നമുക്ക് പറയാനുള്ളത്? ആർക്കെങ്കിലും എതിരാണോ? അപ്പൊ പിന്നെ ഒരു ചോദ്യം വരും, ആരാണ് നഷ്ടപരിഹാരം ഈടാക്കേണ്ടത്? ഞാൻ ഒരു ഗവൺമെന്റിനെയും എതിർക്കുകയല്ല. ഉലമാഇന്റെ സൂഫികളുടെ പാരമ്പര്യം ഒരു സമരമുറ തുറക്കലല്ല. നമ്മൾ ഇതൊരു ഡയലോഗബിൾ സെഷനാണ്. ഇത് സമര സംഗമമല്ല, ഇത് സംവാദ സംഗമമാണ്. അതാണ് ഉലമാഇന്റെ രീതി, ആശയപ്രകാശന രീതിയാണ്. ബഹുമാനത്തോടെ പറയട്ടെ, കേരളം ഭരിച്ച ഏതാണ്ട് എല്ലാ സർക്കാരിനും ഇതിൽ പങ്കില്ലേ? എന്താ പങ്ക്? ഇത് ഒരേ സമയം റവന്യൂ രജിസ്ട്രേഷൻ പട്ടികയിലും മുനമ്പം പെട്ടു, വഖഫിന്റെ പട്ടികയിലും മുനമ്പം പെട്ടു. എങ്ങനെയാണ് വഖഫിന്റെ ഭൂമി റവന്യൂ രജിസ്ട്രേഷൻ പട്ടികയിൽ പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ? പെട്ടത് അതാണല്ലോ ചിലരുടെ പിടിവള്ളി. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തമില്ലാതെ വഖഫിന്റെ ഭൂമിയെ റവന്യൂ രജിസ്ട്രേഷനിൽ പെടുത്തിയതിന്റെ പേരിൽ ഏറെക്കുറെ ഏതാണ്ടല്ല ഗവൺമെന്റിനും ഇതിൽ പങ്കുള്ളത് കൊണ്ട് നഷ്ടപരിഹാരം ഒന്നെങ്കിൽ പാതി ഗവൺമെന്റ് വഹിക്കട്ടെ, പാതി ഉത്തരവാദിത്ത ബോധമില്ലാതെ ആ ഭൂമി വിറ്റ മുതലാളിമാരോ അവരുടെ അനന്തരഗാമികളോ അവരെ ഏൽപ്പിക്കുന്നവരോ വഹിക്കട്ടെ. പ്രശ്നം ക്ലോസ്. എന്നാൽ പിന്നെ ഇവിടെ മുനമ്പത്ത് വിഭാഗീയത സൃഷ്ടിച്ച് ആ തീപ്പരിയിൽ നിന്ന് അധികാരം ചുട്ടെടുക്കാം. നേരത്തെ ഇവിടെ പാട്ടുപാടിയല്ലോ, വഖഫ് ഭൂമി കണ്ട് ആർക്കും രാപ്പനി ഉണ്ടാകണ്ട, ആ കട്ടിലിൽ കിടക്കാൻ ആർക്കും ഭൂതിയും ഉണ്ടാകണ്ട, കുപ്പായമിട്ട് വന്നവരൊക്കെ വന്ന വഴിക്ക് പൊക്കോളും. ഇങ്ങനെ പരിഹരിച്ചാൽ അതാണ് ആ വിഷയത്തിൽ നമ്മുടെ നിലപാട്, അതാണ് ഉലമാഇന്റെ നിലപാട്. നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ വിശുദ്ധ ഖുർആൻ തന്നെയാണ് ഇതിന്റെ പ്രമാണം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊതുസമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാത്ത കാലത്തോളം നിങ്ങൾ ഗുണം പ്രാപിക്കില്ല എന്ന പരിശുദ്ധ ഖുർആന്റെ പ്രമാണത്തെ നിർദ്ധാരണം ചെയ്തുകൊണ്ടാണ് വഖഫിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുസ്തഹബാക്കിയത്. പുണ്യ നബി വഖഫ് ചെയ്തിരുന്നു. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഗളന്മാരും ഡൽഹി സുൽത്തനറ്റിന്റെയും ഒക്കെ കാലത്ത് പാടനേകം സ്വത്തുവകകൾ വസ്തുവകകൾ വഖഫ് ചെയ്യപ്പെട്ടിരുന്നു. ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാര സാഹിത്യം വായിച്ചാൽ മുസ്ലിം മെഡീവൽ ക്ലാസിക് കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും പോലും അനുയോജ്യമാവും വിധം വഖഫിനെ വ്യവസ്ഥപ്പെടുത്തുകയും മുസ്ലിം രാജ്യങ്ങളിൽ ആ പതിവ് വളരെ മനോഹരമായി നടക്കുകയും ചെയ്തിരുന്നു എന്ന് പരാമർശിക്കുന്നത് കാണാം. മാത്രവുമല്ല, ഇന്ത്യയുടെ തന്നെ ഒരു കണക്ക് പ്രകാരം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ 8.7 ലക്ഷം പ്രോപ്പർട്ടീസ് ഉണ്ട് മൗഖൂഫായ സ്വത്തുവകകളായി. 9.4 ലക്ഷം ഏക്കർ ഭൂമി മാത്രമുണ്ട് വഖഫ് ചെയ്യപ്പെട്ടതായി. 1.2 ലക്ഷം കോടി രൂപയുടെ സ്വത്തുണ്ട് വഖഫ് ചെയ്യപ്പെട്ടതായി. സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഒരു മെൻഷൻ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കെടുകാര്യസ്ഥതയില്ലാതെ കൃത്യവിലോപമില്ലാതെ ഉത്തരവാദിത്തത്തോടുകൂടെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യപ്പെട്ടാൽ 1000 കോടിയിലേറെ പ്രതിവർഷം ഇൻകം കിട്ടുന്ന സ്വത്തുണ്ട് ഇന്ത്യയിൽ വഖഫ് ചെയ്യപ്പെട്ടതായി. പക്ഷേ പലതും അന്യാധീനപ്പെട്ടു പോയതിനാൽ കേവലം 160 ചില്ലാനും കോടിയേ കിട്ടുന്നുള്ളൂ. ഡിഫൻസീവ് മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ റെയിൽവേയുടെയും കീഴിലുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും വലിയ ഭൂ ഉടമകളാണ് വഖഫ് ബോർഡ് എന്ന് ഇവർ പറയുമ്പോൾ അവിടെ നമ്മൾ അതിനോട് വിയോജിക്കുന്ന ഒരു തലം, സർക്കാരിന്റെ ഭൂമിയും വഖഫിന്റെ ഭൂമിയും തമ്മിൽ കൃത്രിമമായ ഒരു ഏറ്റുമുട്ടൽ സൃഷ്ടിക്കുകയാണ്. ഇവിടെ ആരും ലാൻഡ് ജിഹാദ് നടത്തിയിട്ടല്ല വഖഫിന് ഭൂമി ഉണ്ടാക്കുന്നത്.
ഇന്ത്യ രാജ്യം, ഫെഡറൽ ഇന്ത്യ, റിപ്പബ്ലിക് ഇന്ത്യ, സ്വദേശ ഗവൺമെന്റ് വരുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഇവിടെ വഖഫ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റാണ് ആദ്യമായി ഒരു വഖഫിന് റെഗുലേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ആധുനിക ചരിത്രത്തിൽ 1913. പിന്നീട് 1923 മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനെ വ്യവസ്ഥപ്പെടുത്തി. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 54 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഒരു സമഗ്രമായ വഖഫ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഏകദേശം 1995 വരെ ആ നിയമമായിരുന്നു ഇന്ത്യയിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട വഖഫ് നിയമം. അതനുസരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഒരു വഖഫ് കൗൺസിലും ധാരാളം വഖഫ് ട്രിബ്യൂണലുകളും രൂപവൽക്കരിക്കപ്പെടുകയുണ്ടായി. ഇന്നും ഇന്ത്യയിൽ 32 വഖഫ് ബോർഡാണുള്ളത്, ഒരു വഖഫ് കൗൺസിലും ധാരാളം ട്രിബ്യൂണലുകളും. 2013 കേന്ദ്ര ഗവൺമെന്റ് ഇതിനും ഭേദഗതി കൊണ്ടുവന്നു. ഞാനിതിന്റെ ചരിത്രം പറയുന്നത്, ഇത്തരം ഭേദഗതികളോട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ മുതിർന്ന തലമുറ ഇരിക്കുന്നുണ്ടല്ലോ ഈ ആയിരങ്ങളിൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ധമായി ഇത് മുസ്ലിം സമുദായത്തെ ഭരണകൂടം വേട്ടയാടുന്ന ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നോ? നാളിതുവരെ ഭരണകൂടങ്ങൾ നടത്തിയിരുന്ന ഇത്തരം ആമെൻമെന്റുകൾ വഖഫ് നിലനിർത്താനായിരുന്നു. അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ആമെൻമെന്റിനോട് നമ്മളാരും മുഖം തിരിക്കുന്നില്ല. അതിന്റെ ബോഡി, അതിന്റെ കൗൺസിൽ, അതിന്റെ ഓർഗാനോഗ്രാം ഉണ്ടാകുമല്ലോ, അംഗങ്ങളുടെ എണ്ണം, അതിന്റെ പ്രാതിനിധ്യം. അത് വഖഫിന്റെ അന്തസത്തയോട്, അന്തസാരത്തോട്, പവിത്രതയോട് നീതി പാലിക്കുന്ന കാലത്തോളം നമ്മളാരും അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഉള്ളത്. ഒരു ഭീകര പ്രസ്ഥാനമാണ് വഖഫ് ബോർഡ്, അല്ലെങ്കിൽ ഒരു ഭീകര കൃത്യമാണ് വഖഫ് എന്നുള്ള പ്രചരണം നടക്കുന്നു. ലളിതമായ ഒരു കാര്യം. പക്ഷെ ഇതിന്റെ ഒരു മെച്ചം എന്താണെന്നറിയോ? ഫിലോസഫിയിൽ ഒരു ലോ ഉണ്ട്, പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്ന് പറയും. എന്താണ് ഈ പോസ്റ്റ് ഫാക്ടോ റീസണിങ്? സംഭവിക്കരുതാത്ത ഒരു കാര്യം സംഭവിച്ചാൽ അത് പിന്നെ നല്ലതിനാണെന്ന് വരുത്തുക. പൊതുവെ ഒരു സമ്മേളനം കൂടുമ്പോൾ മഴ പെയ്യാതിരിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത്. ഇനി അങ്ങ് പെയ്തു എന്ന് കൂട്ടിക്കോ, അപ്പൊ നമ്മൾ പറയും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് പെയ്തത് എന്ന്. അതിനാണ് പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്ന് പറയുക. ഫാക്ട് ഉണ്ടായതിനു ശേഷം അതിനെ ന്യായവൽക്കരിക്കുക. അതേപോലെ ചിന്തിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് വഖഫിനെ ഇങ്ങനെ ദേശീയ അന്തർദേശീയ ചർച്ചയാക്കി നിർത്തിയതിന്റെ ഫലമായി എന്താണ് വഖഫ് എന്ന് ഇന്ത്യ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സെക്കുലർ മീഡിയകളുടെ ചർച്ച അതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ ChatGPT-യും AI-യും ഉപയോഗിച്ചുകൊണ്ട്, വിക്കിപീഡിയ ഉപയോഗിച്ചുകൊണ്ട് വഖഫ് പഠിക്കുകയാണ്. അതിന്റെ കർമ്മശാസ്ത്രം പഠിക്കുകയാണ്. നാം മുസ്ലിം സമൂഹവും അത് പഠിക്കുകയാണ്. അങ്ങനെ ഒരു ഗുണം ഇത് കൊണ്ടുണ്ടായി. ഈ ഗുണങ്ങൾ പഠിച്ചപ്പോൾ പൊതുസമൂഹത്തിന് മനസ്സിലായി വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക സിസ്റ്റമാണ്, പൊതുസമൂഹം കടം കൊള്ളേണ്ട സിസ്റ്റമാണ് എന്ന്. ഇസ്ലാമിന്റെ ബാങ്കിങ്ങും പലിശരഹിത സംവിധാനങ്ങളും ഇവിടെ മതേതരമായി ഗവൺമെന്റ് തന്നെ ഇനാക്ട് ചെയ്യേണ്ടതാണ് എന്ന് ഇടയ്ക്കിടെ ഇവിടെയുള്ള ഭരണാധികാരികൾ പറയാറുണ്ടല്ലോ. അതേപോലെയുള്ള ഒരു വകുപ്പാണ് വഖഫ് എന്ന് പൊതുസമൂഹത്തിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ലാൻഡ് ജിഹാദ് അല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ്. ഞാനതിൻ്റെ ഈ ഭേദഗതി നിയമത്തിന്റെ ചില 1-2 നമ്മൾ വിയോജിക്കുന്ന പോയിന്റുകൾ, അതിന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് ഇനി ആഗ്രഹിക്കുന്നത്. അതിന്റെ നേരത്തെ ഇവിടെ ഉസ്താദ് വായിച്ച ആ കണ്ടന്റിൽ അത് ഉണ്ടായിട്ടുണ്ട്. സെക്ഷൻ 3I നമുക്കറിയാം, 1995 വഖഫ് നിയമപ്രകാരം വഖഫിന്റെ കർമ്മശാസ്ത്രപരമായ വകുപ്പ് അതിൽ സാധുവായിരുന്നു. എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? കർമ്മശാസ്ത്രത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ ഹബ്സ് മാലിൻ യുന്തഫഉ ബിഹി മാ ബഖായിൽ ഐൻ എന്നുള്ളതാണ് അതിന്റെ ഒരു താരീഫ്. വസ്തുവക നശിക്കാതെ അതിന്റെ ഗുണഫലം, അതിന്റെ അനുഭവം സമൂഹത്തിന്, സമുദായത്തിന്, മനുഷ്യർക്ക്, പ്രകൃതിക്ക് അനുഭവിക്കാൻ വിട്ടുകൊടുക്കുക. തേങ്ങ വഖഫ് ചെയ്യാൻ പാടില്ല എന്ന് മലയാളം, തെങ്ങ് പാടുണ്ട്. വസ്തു നശിക്കാൻ പാടില്ല. അവിടെ 4 കണ്ടീഷനാണ്, അർക്കാനാണുള്ളത്. ഒരു വാക്കിഫ് ഉണ്ടാകണം, വഖഫ് ചെയ്യുന്ന വ്യക്തി ഉണ്ടാകണം, അതിനെ സാധൂകരിക്കുന്ന ഒരു സീഗ, ഒരു സെന്റൻസ് ഉണ്ടാകണം. പിന്നെയോ മൗഖൂഫ് ചെയ്യപ്പെടുന്ന വസ്തു ഉണ്ടാകണം, വാക്കിഫ് ഉണ്ടാകണം, സീഗ ഉണ്ടാകണം, ഒരു മൗഖൂഫ് അലൈഹി ഉണ്ടാകണം. അതിന്റെ ഉപയോക്താക്കൾ, അതിന്റെ പ്രയോക്താക്കൾ, അനാഥർ, അഗതികൾ, യാത്രക്കാർ,
എന്നൊക്കെ പറയുന്ന അതിൻ്റെ ജിഹത്ത് ഉണ്ടാകണം. ഇങ്ങനെ ഒരു വഖഫ് ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് കർമ്മശാസ്ത്രത്തിന്റെ നിയമം. വഖഫ്തുഹു ലില്ലാ ജഅൽതുഹു വഖഫ അബ്ബത്തുഹു ഫീ സബീലില്ലാ തുടങ്ങിയ പദങ്ങൾ സാധുവായ പദങ്ങളാണ്.